Hi students, good morning. Today we are going to discuss our 10th lesson, My Computer. ടെൻത്ത് ലെസണിൽ മൈ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ലെസണിൽ പറയുന്നത് ദി ഹിസ്റ്ററി ഓഫ് കമ്പ്യൂട്ടേഴ്സ്, കമ്പ്യൂട്ടേഴ്സിൻ്റെ ഹിസ്റ്ററിയെക്കുറിച്ച് പറയുന്നുണ്ട്. ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ഫിഗർ നോക്കൂ. കമ്പ്യൂട്ടറിൻ്റെ ഹിസ്റ്ററിയെക്കുറിച്ചുള്ള ഫിഗറുകളാണ്. ഓരോന്നിനെക്കുറിച്ചും നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റത്തെ പിക്ചർ ഇത് കണ്ടല്ലോ. 1946 ENIAC, ഫസ്റ്റ് കമ്പ്യൂട്ടർ വിത്ത് സൈസ് ഓഫ് 1 big hole ആൻഡ് ലോ സ്പീഡ് പ്രോസസ്സിംഗ്. എന്താണ് ENIAC? നമ്മളുടെ ഫസ്റ്റ് കമ്പ്യൂട്ടറാണ്. അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് എന്താണ്? വലിയൊരു ബിഗ് ഹോളിൽ ഇങ്ങനെ ഇരിക്കുന്ന അത്രയും സൈസാണ്. പിന്നെ അതിൻ്റെ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് ലോ സ്പീഡ്, വളരെ കുറഞ്ഞ സ്പീഡിലാണ് അത് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നത് 1952 ഫസ്റ്റ് കൊമേഴ്ഷ്യൽ കമ്പ്യൂട്ടർ ബൈ IBM. ഫസ്റ്റിലെ ആദ്യത്തെ അല്ലെങ്കിൽ വാണിജ്യ കമ്പ്യൂട്ടറിന് എന്ത് IBM പുറത്തിറക്കിയത്. ഓക്കെ, ഇത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് വേൾഡ്സ് ഫസ്റ്റ് പേഴ്സണൽ കമ്പ്യൂട്ടർ ദി കെൻബാക്ക് 1, ലോകത്തെ ആദ്യത്തെ പേഴ്സണൽ കമ്പ്യൂട്ടർ. ഇതാണ് അതിൻ്റെ ഫിഗർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നത് 1983 ലിസ, ഫസ്റ്റ് പേഴ്സണൽ കമ്പ്യൂട്ടർ വിത്ത് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ക്രിയേറ്റഡ് ബൈ ആപ്പിൾ. ആദ്യത്തെ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് യൂസ് ചെയ്തിട്ടുള്ള കമ്പ്യൂട്ടറാണ് ആരാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്? ആപ്പിളാണ്. ദെൻ 1985 മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഞ്ച്ഡ്. മൈക്രോസോഫ്റ്റ് എന്ത് ചെയ്തു? വിൻഡോസ് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് പുറത്ത് ഇറക്കി. ദെൻ നെക്സ്റ്റ് പറയുന്നത് 1992 GNU ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഞ്ച്ഡ്. 1992 എന്ത് GNU ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പുറത്തിറക്കി. ദെൻ നെക്സ്റ്റ് പറയുന്നത് 2000ത്തെ ഫോണാണ് പറയുന്നത്. സ്മാർട്ട് ഫോൺ ഇറ ബിഗിൻസ്, എറിക്സൺ R380. സ്മാർട്ട് ഫോൺ യുഗം തുടങ്ങിയത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നത് മാക്ബുക്ക് പ്രോ ഹൈ ആൻഡ് ലാപ്ടോപ്പ് ഫ്രം ആപ്പിൾ. ഉയർന്ന പ്രവർത്തനശേഷിയുള്ള ലാപ്ടോപ്പ് പുറത്തിറക്കിയത് ആരാണ്? ആപ്പിൾ. ദെൻ നെക്സ്റ്റ് 2008 ആൻഡ്രോയിഡ് ലിനക്സ് ബേസ്ഡ് ഫ്രീ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫോർ സ്മാർട്ട് ഫോൺസ്. സ്മാർട്ട് ഫോണുകൾക്ക് ലിനക്സ് അടിസ്ഥാനമാക്കി സ്വതന്ത്ര ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതായത് ഫ്രീ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സ്മാർട്ട് ഫോണുകളിൽ എന്ത് ചെയ്തു? വന്നു. ദെൻ ലാസ്റ്റ് പറയുന്നത് റാസ്ബെറി പൈ, ക്രെഡിറ്റ് കാർഡ് സൈസ്ഡ് കമ്പ്യൂട്ടർ. നമ്മളുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ സൈസ് മാത്രമുള്ള കമ്പ്യൂട്ടർ യുഗമായിരുന്നു ഏത്? 2012 എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ കമ്പ്യൂട്ടറിൻ്റെ ഹിസ്റ്ററിയിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എഴുതേണ്ടത് ഓരോന്ന് ഫിഗറൊന്നും ഇപ്പോൾ നമുക്ക് വരയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഓരോന്നിൻ്റെ പേരെഴുതുക, അതിന് എന്താണോ എഴുതേണ്ടത് അത് എഴുതി വയ്ക്കുക. ഓക്കെ, ഇയറും ആ ഒരു കണ്ടൻറ്റും മാത്രം എഴുതിയാൽ മതി നോട്ടായിട്ട് എഴുതുമ്പോൾ. ദെൻ നെക്സ്റ്റ് പറയുന്നത് ചാൾസ് ബാബേജിനെ കുറിച്ചാണ് പറയുന്നത്. ചാൾസ് ബാബേജ് വാസ് എ മെക്കാനിക്കൽ എഞ്ചിനീയർ who lived in England during the first quarter of the
19th century, he designed a machine for mathematical calculations. അതായത് 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യപാദത്തിൽ ഇംഗ്ലണ്ടിലെ മെക്കാനിക്കൽ എഞ്ചിനീയർ ആയ ചാൾസ് ബാബേജ് ആണ് കണക്ക് കൂട്ടലുകളെ സഹായിക്കാൻ കഴിയുന്ന ഒരു യന്ത്രം രൂപകൽപ്പന ചെയ്തത്. The difference engine was a machine to perform mathematical calculations only. ഡിഫറൻസ് എഞ്ചിൻ എന്ന വെറുമൊരു കണക്കുകൂട്ടൽ സഹായി ആയിരുന്നു ചാൾസ് ബാബേജ് ആദ്യം നിർമ്മിച്ചത്. It was his first product. Soon after, he designed another machine called analytical engine, which was operated by instructions and was capable of doing general computations. അധികം വൈകാതെ തന്നെ നിർദ്ദേശങ്ങൾ നൽകി പ്രവർത്തിപ്പിക്കാവുന്നതും അതുപോലെ തന്നെ പൊതുവായ പല പ്രവർത്തനങ്ങൾക്കും പ്രാപ്തമായതുമായ അനലിറ്റിക്കൽ എഞ്ചിന് അദ്ദേഹം രൂപകൽപ്പന നൽകിയത്. This was the first computer in the world. ലോകത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ ആണ് ഏത്? അനലിറ്റിക്കൽ എഞ്ചിൻ. Hence, the world honored him by calling him the father of computers. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ചാൾസ് ബാബേജിനെ കമ്പ്യൂട്ടറിൻ്റെ ഫാദർ എന്ന് വിളിച്ച് ലോകം ആദരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ചാൾസ് ബാബേജിനെ കുറിച്ച് ഇത്രയും പോയിൻറ്റ്സ് ആണ് നമുക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് ആക്ടിവിറ്റി, ഐഡൻറ്റിഫൈങ് evolution of computers. The table shown below depicts the evolution in the shape of personal computers. Collect more information and try to fill up the left out columns. അപ്പോൾ താഴെ നമ്മളുടെ ഒരു ഫിഗർ ഉണ്ട് അല്ലേ, കണ്ടല്ലോ. ഇത് നമ്മളുടെ പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സിൻ്റെ ഓരോരോ മാറ്റങ്ങളെക്കുറിച്ചുള്ള ഫിഗറാണ് കാണിച്ചിട്ടുള്ളത്. ഫസ്റ്റത്തെ ഒരു മോഡലാണ് അവിടെ കൊടുത്തിട്ടുള്ളത്, ഡെസ്ക് ടോപ്പാണ്, കണ്ടല്ലോ. അപ്പോൾ അത് സിസ്റ്റം ഏതാണെന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും കൊടുത്തിട്ടുണ്ട്. ഹാസ് ദി സ്ട്രക്ചർ സ്യൂട്ടബിൾ ടു ബി പ്ലേസ്ഡ് ഓൺ എ ടേബിൾ. ഡെസ്ക് ടോപ്പ് കമ്പ്യൂട്ടർ ആണെന്നുണ്ടെങ്കിൽ എന്താണ്, നമുക്കൊരു ടേബിൾ വേണം, ആ ടേബിളിൻ്റെ മുകളിൽ നമുക്കതിനെ പ്ലേസ് ചെയ്യാൻ പറ്റും. സിസ്റ്റം യൂണിറ്റ് ഈസ് ദി മെയിൻ കമ്പണൻറ്റ്. CPU ആണ് എന്താണ് അതിൻ്റെ മെയിൻ കമ്പണൻറ്റ്. കമ്പണൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതിൻ്റെ പാർട്സായിട്ട് പറയുന്നത് CPU അല്ലേ. ദെൻ മൗസ്, കീബോർഡ് എക്സെട്ര ആസ് ഇൻപുട്ട് ഡിവൈസസ്. കീബോർഡും മൗസൊക്കെ യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഇൻപുട്ട് ഡിവൈസുകളായിട്ട് നമ്മൾ ഡെസ്ക് ടോപ്പ് കമ്പ്യൂട്ടേഴ്സിൽ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മോണിറ്റർ ആസ് ആൻ ഔട്ട്പുട്ട് ഡിവൈസ്. അതങ്ങനെ തന്നെ എല്ലാ കമ്പ്യൂട്ടറിലും എന്താണ്, മോണിറ്റർ എന്താണ്, ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണല്ലോ. ഓക്കെ, അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ടേബിളിനെ വരയ്ക്കുക. ഫിഗർ നിങ്ങൾ ഇവിടെ അങ്ങനെ കാണുന്നുണ്ട്. ഇപ്പം എന്താണ്, എല്ലാവരും നെറ്റൊക്കെ ഉപയോഗിക്കാനും ഒക്കെ കൈകാര്യം ചെയ്യാനൊക്കെ നന്നായിട്ട് അറിയാവുന്ന ആളുകളാണ് അല്ലേ. അപ്പോൾ ഓരോന്നിനെക്കുറിച്ചും നോക്കിയിട്ട് ഈ 2 കോളംസ് നിങ്ങൾ ഫില്ല് ചെയ്യണം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് പരിഹരിക്കാവുന്നതേ ഉള്ളൂ അല്ലേ. പക്ഷേ എനിക്ക് തോന്നുന്നത് നിങ്ങൾ നെറ്റ് ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാൻ സാധ്യതയില്ല. അതുകൊണ്ട് മാക്സിമം ഈ 2 ഫിഗർ എന്തൊക്കെയാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും എഴുതാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഇത്രയാണ് പറയുന്നത്. ഒന്നാമത് എന്താ അറിയോ, തിയറി പാർട്സാണ് പറയുന്നത്. ഭയങ്കര ബോറിംഗ് ആയിരിക്കും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പം. അപ്പം നമുക്ക് കുറേശ്ശെയായിട്ട് പറഞ്ഞ് പോകാം. ഇതിൻ്റെ കമ്പ്യൂട്ടറിൻ്റെ ഹിസ്റ്ററിയും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഓക്കെ.